സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്തതും റേഷൻ വിതരണം ചെയ്യാൻ കഴിയാത്തതും പിന്നാക്കാവസ്ഥയാണെന്ന് ജോർജ് കുര്യൻ 24-നോട് പറഞ്ഞു. കേന്ദ്രമന്ത്രിയെയും BJPയെയും വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ നേതാക്കൾ ഇന്ന് രംഗത്തെത്തി. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ സഹായം കിട്ടുമെന്ന മുൻ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. റേഷൻ വിതരണം ചെയ്യാൻ കഴിയാതെ പ്രതിസന്ധി വരുന്നത് പിന്നോക്കാവസ്ഥ അല്ലേ എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം. യാഥാർത്ഥ്യം തുറന്നു പറയാൻ കേരളം തയ്യാറാകണം. ഫിനാൻസ് കമ്മീഷനെ ബോധ്യപ്പെടുത്തണം. അത് പിന്നോക്കാവസ്ഥ എവിടെയെങ്കിലും ഉണ്ട് ചോദിച്ചാൽ തരും. ഇപ്പം സാമ്പത്തികമായിട്ട് തകർന്നതന്നെ പിന്നോക്കാവസ്ഥയല്ലേ? ശമ്പളം കൊടുക്കാൻ പറ്റാത്തത് പിന്നോക്കാവസ്ഥയല്ലേ? റേഷൻ വിതരണം ചെയ്യാൻ പറ്റാത്തത് അതിനുള്ള പ്രതിസന്ധി വരുന്നത് പിന്നോക്കാവസ്ഥയല്ലേ? ജോർജ് കുര്യനും RSSും BJPയും എല്ലാം കേരളത്തിനെതിരാണെന്നും സാമ്പത്തിക പ്രതിരോധവും ആശയ പ്രതിരോധവും സൃഷ്ടിക്കുന്നുവെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇവിടെ ദാരിദ്ര്യം വേണം, പട്ടിണി വേണം. ആ പട്ടിണിയിലേക്ക് കേരളത്തെ നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആനുകൂല്യവും തരില്ല എന്നാണ്. അങ്ങനെ ഒരു ആനുകൂല്യം കേരളത്തിന് വേണ്ട. മോദി കേരളത്തെ അവഗണിക്കുന്നില്ലെന്ന കണക്കുകൾ നിരത്തി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ രംഗത്ത് വന്നു. NDA സർക്കാർ വരുന്നതിന് മുമ്പ് 10 വർഷം ഇവിടെ ഭരിച്ചത് UPA ഗവൺമെന്റാണ്. ആ 10 വർഷം കേരളത്തിന് കേന്ദ്രം നൽകിയ സഹായങ്ങൾ, ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളമാണെന്ന് ബോധ്യപ്പെടും. കേരള സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് ശരിയല്ല എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ ആരോപണം. 24 ഡൽഹി.